ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പവർ ടീമിൽ വരാനുള്ള 3 പേരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതിലൊന്ന് സിജോയും അതുപോലെ ഋഷിയും ജാസ്മിനുമാണ്. 3 ടീമും ഓരോരുത്തരെ സെലക്ട് ചെയ്തതിൽ നിന്ന് വന്നതാണ്. അവസാനം പവർ ടീമും ക്യാപ്റ്റനും കൂടെ ചേർന്ന് ഒരാൾ ആരാണ് വരേണ്ടത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം സംസാരിച്ചത് ഗബ്രിയാണ്. ഗബ്രി ഇങ്ങനെ തന്നെ പറയുകയുണ്ടായി, എനിക്ക് ജാസ്മിനെയാണ് ഇഷ്ടം, തിരിച്ചും ജാസ്മിൻ എന്നോട് സോഫ്റ്റ് കോർണറുണ്ട്, അതുകൊണ്ട് ജാസ്മിന് പവർ ടീമിലേക്ക് വരണമെന്നാണ് എനിക്ക് താല്പര്യമെന്നാണ്. അത് കേട്ട് കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നുന്നത് അത് അവർക്കൊരു മണിയറയാക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ്. കാരണം സിജോ അവിടെ സംസാരിച്ച് അത്ര പക്കയായിട്ടും കണ്ണിങ് ആയിട്ടുമാണ്. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ പവർ ടീമിലേക്ക് വരേണ്ടത്. പക്ഷേ ആ ഗബ്രി പറയുന്നതാണ് ഇപ്പോൾ പവർ ടീമിൻ്റെ അവസാന വാക്ക് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. ജാസ്മിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനെ കൊണ്ട് ഗബ്രി അവിടെ തകൃതി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ക്യാപ്റ്റൻ മാത്രമാണ്, അതായത് അപ്സര മാത്രമാണ് പറയുന്നത് സിജോ വരണമെന്ന്. അപ്പോൾ ഇത്രയും പേരും തീരുമാനിച്ചതിലും ഒരു 1-2 പേർക്ക് മാത്രമാണ് സിജോ വരണമെന്നുള്ളത്. പക്ഷേ സിജോ പവർ ടീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഗബ്രിയാണ് ഈ ടീമിനെ ഇത്രത്തോളം കുളമാക്കിയത് എന്നുള്ള കാര്യം നമുക്ക് 100% മനസ്സിലാവും. പക്ഷേ വീണ്ടും ജാസ്മിൻ വീക്കാണെന്നല്ല, പക്ഷേ ജാസ്മിൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പവർ യൂസ് ചെയ്യാനോ വേറെ ഒരു പരിപാടിക്കും പോകത്തില്ല എന്നുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സിജോയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഗബ്രിയുടെ ലക്ഷ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ട് സിജോയോട് പേടിയാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ് ഗബ്രി വരും ഒരു പേടിച്ചു തൂറിയുടെ അവസ്ഥയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ സാധാരണയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറും എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് വന്നിട്ട് പക്ഷേ ഒന്നുമല്ലാത്ത ആ സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അവൻ എന്തായാലും വെറും ഒരു പെൺകോന്തനാണെന്ന് ഇന്നത്തോടു കൂടി പ്രൂവ് ചെയ്തിരിക്കുന്നു.